ഹലോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ചരിത്രം എന്ന് പറയുന്ന ഭാഗത്തിൽ PSCയിലെ കേരള ചരിത്രം എന്ന് പറയുന്ന ഭാഗത്തിലെ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകൾ അതാണ് ആദ്യമായിട്ട് കേരള ഹിസ്റ്ററിയിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് പറഞ്ഞ പ്രാവശ്യം നമുക്ക് എന്തായാലും LGS എക്സാമും അതുപോലെ തന്നെ 10th പ്രിലിമും മെയിനും ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ സ്പീഡിന് പഠിക്കണമല്ലോ. അപ്പം നമ്മളിന്ന് കേരള ഹിസ്റ്ററിയിൽ തന്നെ അറൈവൽസ് ഓഫ് യൂറോപ്യൻ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, പിന്നെ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ആൻഡ് മാർത്താണ്ഡവർമ്മ ഉണ്ട്, അവരുടെ ഉണ്ട്, പിന്നെ സോഷ്യൽ റിലീജിയസ് റിഫോംസ് മൂവ്മെൻറ്റ് ഉണ്ട്, നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള ഉണ്ട്, ലിറ്റററി സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററി ഉണ്ട്, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956 എന്നിവയാണ്. അപ്പോൾ ഇതൊരു ഭാഗമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഈ എല്ലാ ഭാഗവും കവർ ചെയ്യും. മീൻസ് നമ്മൾ ഈ ഓരോന്നും ഓരോ ടോപ്പിക്ക് വീതം, അതായത് ഒരു ടോപ്പിക്ക് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അതായിരിക്കും നമ്മുടെ ഒരു എടുക്കുന്നൊരു സമയം. ഇപ്പോൾ ഈ അറൈവൽസ് ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ദിവസം പഠിക്കുന്നത് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വരുന്ന ഭാഗമായിരിക്കും പഠിക്കുന്നത്. അതിനുശേഷമായിരിക്കും നമ്മൾ ഈ ഓരോ ടോപ്പിക്കും നമ്മൾ ഇന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് പഠിക്കും, അല്ലെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അറൈവൽസ് ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഒരു 10 മിനിറ്റ് വരുന്ന ഭാഗം നമ്മളിന്ന് പഠിച്ചു പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ പഠിക്കും, അതും ഒരു 10-5 മിനിറ്റ് വരുന്നത് പഠിക്കും. അങ്ങനെ എല്ലാ ടോപ്പിക്കും, അതായത് കേരള ഹിസ്റ്ററിയിൽ വരുന്ന എല്ലാ ടോപ്പിക്കും ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരു ദിവസം 10 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന കവർ ചെയ്യും. അപ്പം അത് തന്നെയായിരിക്കും എല്ലാ ഭാഗങ്ങളിലും വരുന്നത്. കാരണം നമ്മൾ ഇപ്പം നമ്മുടെ ഡീറ്റെയിൽഡ് സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അപ്പോൾ ഇതുവരെയും പഠിച്ച് തുടങ്ങാത്ത ആൾക്കാർക്ക് കുറച്ചെങ്കിലും നമുക്ക് അതിൽ നിന്ന് കിട്ടുമെന്ന് തോന്നും. കുറച്ചെങ്കിലും ഒന്ന് വായിച്ചിരിക്കുന്നതിൻ്റെ അറിവെങ്കിലും നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പം ആദ്യത്തെ പറയുന്നത് ഈ അറൈവൽസ് ഓഫ് യൂറോപ്യൻസിൻ്റെ ആദ്യ ഭാഗം 10 വിധം, അതായത് എല്ലാവർക്കും ഒരുവിധമൊക്കെ അറിയാവുന്നുള്ളൊരു ടോപ്പിക്കായിരിക്കും. അറിഞ്ഞുകൂടാത്തവർക്ക് കേട്ടിരിക്കാൻ മനസ്സിലാവുന്ന ഭാഗമാണ്. പഠിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ റിവിഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ റിവിഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതും നമുക്ക് ഒരു നല്ലൊരു റാങ്ക് ഫയൽ എടുക്കുന്നു, റെഫർ ചെയ്യുന്നു. പിന്നെ SCRT ഭാഗങ്ങൾ അത് പ്രത്യേകം നമ്മൾ പഠിക്കുന്നുണ്ട്. SCRT ഇതിൻ്റെ കൂടെ ഇട്ട് കൂട്ടിക്കുഴയ്ക്കുകയല്ല, അത് പ്രത്യേകം SCRT ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 അങ്ങനെ പഠിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നോക്കാം. ഫസ്റ്റത്തെ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകൾ നോക്കാം. 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്തെത്തിയത്. അപ്പോൾ ഏത് നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ പോയിട്ട് 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ. കേരളവുമായി വാണിജ്യബന്ധം പുലർത്തിയിരുന്ന വിദേശികളാണ് അറബികളും. ഇതിനു മുമ്പേ തന്നെ വിദേശികളാണ് അറബികളും ചൈനക്കാരും എന്ത് ചെയ്തു? കേരളവുമായിട്ട് വാണിജ്യബന്ധം പുലർത്തിയിരുന്നു. കടൽമാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ എന്ന് പറയുന്നത് അത് പോർച്ചുഗീസുകാരാണ്. യൂറോപ്യന്മാർ കടൽമാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ വിദേശിക്കാർ അത് ഡച്ചുകാരാണ്. അപ്പോൾ ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണെങ്കിൽ ആദ്യം തിരിച്ചുപോയത് ഡച്ചുകാരാണ്. ആദ്യം തിരിച്ചുപോയത് ആരാണ്? ഡച്ചുകാരാണ്. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം എന്ന് പറയുന്നത് ഒന്നാമത്തെ പോർച്ചുഗീസുകാർ, പിന്നെ ഡച്ചുകാർ, പിന്നെ ബ്രിട്ടീഷുകാർ, പിന്നെ ഫ്രഞ്ചുകാർ എന്നിങ്ങനെ 4 പേരാണ്. അത് നമ്മൾ പഠിക്കുന്ന ഏതോ ഒരു കോഡ് ഞാൻ എവിടുന്നോ എനിക്ക് കിട്ടിയതാണ് കേട്ടോ. പോഡാ ബീഫെ എന്ന് പറയുന്നൊരു ടാഗ് ലൈനോടെയാണ് അത് പഠിക്കുന്നത്. പോഡാ ബീഫെ, അതായത് പോർച്ചുഗീസുകാർ ഡി, ഡച്ചുകാർ അതായത് ബി ബ്രിട്ടീഷുകാർ, ബി ഫെ എന്ന് പറയുന്ന ഫ്രഞ്ചുകാർ. അപ്പോൾ ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്, ആദ്യം പോയത് ഡച്ചുകാരാണ്. പോർച്ചുഗീസുകാരെ കുറിച്ച് നോക്കാം. ഇന്ത്യയിൽ കടൽമാർഗ്ഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യനാണ്. കടൽമാർഗ്ഗം കച്ചവടത്തിനെത്തി. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യൻസെത്തി. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലെത്തി. 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് മൂലം യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്കുള്ള പുതിയ ഒരു കടൽമാർഗ്ഗം കണ്ടുപിടിക്കേണ്ടി വന്നു. അപ്പോൾ എന്നാണ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്? 1453 1453 വാസ്കോ ഡ ഗാമ. കടൽമാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോ ഡ ഗാമ. ലിസ്ബണിൽ നിന്നും 1497 വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചു. വാസ്കോ ഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിൻ്റെ തുടക്കമെന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരനാണ് സർദാർ KM പണിക്കർ. അപ്പോൾ വാസ്കോ ഡ ഗാമയുടെ ആഗമനത്തിനെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിൻ്റെ തുടക്കമെന്ന് അഭിപ്രായപ്പെട്ടത് KM പണിക്കരാണ്. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ ഒന്നാമൻ അഥവാ ഡോം മാനുവൽ എന്ന് പറയുന്നത്. അപ്പോൾ മാനുവൽ ഒന്നാമനാണ് ഇന്ത്യയിലേക്ക് അയച്ചത്, ലിസ്ബണിലെ രാജാവ്. ഓക്കെ, വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് അൽവാരിയോ വെൻഹോവാണ്. അപ്പോൾ നാവികൻ പോർച്ചുഗീസ് വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ എന്ന് വെച്ചാൽ അതാണ് അൽവാരിയോ വെൻഹോവാണ്. 317 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 1498 മെയ് 20 വാസ്കോ ഡ ഗാമ എന്ത് ചെയ്തു? കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങി. 1498 മെയ് 20 1498 മെയ് 20
317 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം. ഓക്കെ, അപ്പോൾ വാസ്കോഡ ഗാമ സഞ്ചരിച്ചിരുന്ന കപ്പലാണ് സെൻറ്റ് ഗബ്രിയേൽ എന്നറിയപ്പെടുന്നത്. അപ്പം വാസ്കോഡ ഗാമ സഞ്ചരിച്ചിരുന്ന കപ്പൽ ഏതാണ്? സെൻറ്റ് ഗബ്രിയേൽ. വാസ്കോഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിൽ ഉണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് സെൻറ്റ് റാഫേൽ, സെൻറ്റ് ബെറിയോ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ബെറിയോ എന്നൊക്കെ പറയുന്നതും സെൻറ്റ് റാഫേൽ എന്നൊക്കെ പറയുന്നതും വാസ്കോഡ ഗാമയുടെ കപ്പലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ്. വാസ്കോഡ ഗാമ കോഴിക്കോട് വന്നപ്പോൾ സാമൂതിരിയും പ്രജകളും പാരമ്പര്യമായ ഒരു അനുസൃതത്തോടെ ആതിഥ്യ മര്യാദയോടെ എന്ത് ചെയ്തു? അദ്ദേഹത്തെ സ്വീകരിച്ചു. തങ്ങളുടെ ചരക്കുകൾ സൂക്ഷിക്കാൻ തൻ്റെ അനുയായികളിൽ ഒരു സംഘത്തെ കോഴിക്കോട് നിർത്തിക്കണം അല്ലെങ്കിൽ നിർത്താൻ അനുവദിക്കണമെന്ന വാസ്കോഡ ഗാമ അഭ്യർത്ഥന സാമൂതിരി എന്ത് ചെയ്തു? നിരസിക്കുകയാണ് ചെയ്തത്. അപ്പം തങ്ങളുടെ ചരക്കുകൾ സൂക്ഷിക്കാൻ തൻ്റെ അനുയായികളിൽ കുറച്ച് പേരെ ഇവിടെ നിർത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥന എന്ത് ചെയ്തു? സാമൂതിരി നിരസിച്ചു. തുടർന്ന് വാസ്കോഡ ഗാമ കോഴിക്കോട് വിടുകയും യാത്രാമധ്യം അദ്ദേഹം കോലോത്തിരി രാജാവിൻ്റെ ക്ഷണമനുസരിച്ച് കണ്ണൂരിൽ ഇറങ്ങി. അപ്പം കോലോത്തിരി എവിടെയുള്ളതാണ്? കണ്ണൂരാണ്. അദ്ദേഹം ഇത് നിരസിച്ചതുകൊണ്ട് കോലോത്തിരി രാജാവിൻ്റെ അടുത്തേക്ക് പോയി കണ്ണൂരിൽ ഇറങ്ങി. അവിടെ പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും കോലോത്തിരി എന്ത് ചെയ്തു? വാഗ്ദാനം ചെയ്തു. കോലോത്തിരി അവർ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ ഞങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞ് കണ്ണൂരിലെ രാജാവ് അവരെ ക്ഷണിച്ചു. പോർച്ചുഗീസ് കപ്പലുകൾക്ക് ചരക്ക് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് കോലോത്തിരി വാസ്കോഡ ഗാമയുമായി ഒരു കരാറിലും ഏർപ്പെട്ടു. വന്നുടനെ അവരുമായിട്ട് എന്ത് ചെയ്തു? ഒരു കരാറിലും ഏർപ്പെട്ടു. വാസ്കോഡ ഗാമ 1498 നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 1499 ലിസ്ബണിലെത്തി. നാട്ടിലെത്തിയ വാസ്കോഡ ഗാമയ്ക്ക് വീരോചിതമായ സ്വീകരണമാണ് ലഭിച്ചത്. അപ്പോൾ ഇവിടുന്ന് 1498 പുറപ്പെട്ടു. 1499 എന്ത് ചെയ്തു? അദ്ദേഹം ലിസ്ബണിൽ തിരിച്ചെത്തി. വാസ്കോഡ ഗാമയുടെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വഴി വിറ്റഴിക്കുകയും ലഭിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് സാമൂതിരി ഒന്നും കൊടുത്തില്ല. വർഷം എന്ത് ചെയ്തു? കണ്ണൂരിലെ കോലോത്തിരി രാജാവ് നല്ലോണം കൊടുത്താണ് വിട്ടത്. അടുത്ത മാനുവൽ രാജാവ് ഗാമയ്ക്ക് നൽകിയ ഒരു ഡോം പദവി അല്ലെങ്കിൽ പ്രഭു പദവി നൽകി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്നറിയപ്പെട്ടിരുന്നത് വാസ്കോഡ ഗാമയാണ്. മാനുവൽ രാജാവാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അഥവാ അധിപൻ എന്ന് വിശേഷിപ്പിച്ചത്. മാനുവൽ രാജാവ് സാമൂതിരിക്ക് പോർച്ചുഗീസുകാരുണ്ടായ വിരോധത്തെക്കുറിച്ചും കോഴിക്കോടിൻ്റെ കപ്പൽപ്പട എതിരിടുന്നതിൽ കബ്രാളിലുണ്ടായ പരാജയത്തെക്കുറിച്ചും വിവരം ലഭിച്ചതിനെ തുടർന്ന് ഡോം മാനുവൽ ഒന്നാമൻ എന്ത് ചെയ്തു? 11 കപ്പലുകളും 800 ആളുകളുമുള്ള മറ്റൊരു സംഘത്തെ വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ തന്നെ 1502 ഫെബ്രുവരിയിൽ ഇന്ത്യയിലേക്ക് അയച്ചു. അപ്പോൾ എന്ത് ചെയ്തു? സാമൂതിരിക്ക് പോർച്ചുഗീസുകാരോടൊത്ത് കുറച്ച് വിരോധം ഉണ്ടായി. അപ്പോൾ കോഴിക്കോടിൻ്റെ കപ്പൽപ്പടയെ എതിരിടുന്നതിൽ കബ്രാളിന് എന്ത് ചെയ്തു? പരാജയം സംഭവിച്ചു. തുടർന്ന് വിവരം അറിഞ്ഞ് എന്ത് ചെയ്തു? ഡോം മാനുവൽ ഒന്നാമൻ 11 കപ്പലുകളും അത് എന്ത് ചെയ്തു? 800 ആൾക്കാരുമുള്ള മറ്റൊരു സംഘത്തെ വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ തന്നെ എന്ത് ചെയ്തു? 1502 ഫെബ്രുവരിയിലേക്ക് ഇന്ത്യയിൽ അയച്ചു. 1502 എന്ത് ചെയ്തു? വീണ്ടും ഫെബ്രുവരിയിൽ ഇന്ത്യയിലേക്ക് അയച്ചു. തൻ്റെ രണ്ടാം വരവിൽ 5 ദ്വീപിൽ കപ്പലിറങ്ങിയ ഗാമയും കൂട്ടരും അറബിക് കപ്പലുകൾ പിടിച്ചെടുക്കാൻ തുടങ്ങി. അപ്പോൾ രണ്ടാം വരവിൽ അവരെവിടെയാണ് ഇറങ്ങിയത്? 5 ദ്വീപിൽ. വാസ്കോഡ ഗാമ കണ്ണൂർ സന്ദർശിച്ചപ്പോൾ കോലോത്തിരി അദ്ദേഹത്തെ ആദരപൂർവ്വമായി സ്വീകരിച്ചു. വീണ്ടും അദ്ദേഹം എന്ത് ചെയ്തു? കോലോത്തിരി രാജാവിൻ്റെ അടുത്തേക്ക് പോയി കണ്ണൂരിൽ. കൊച്ചിയിലെ വിലയ്ക്ക് തന്നെ കുരുമുളകും മറ്റു ചരക്കുകളും പോർച്ചുഗീസുകാർക്ക് വിറ്റുകൊള്ളാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി. അപ്പോൾ കൊച്ചിയിൽ എന്തോ വിലക്കുറവുണ്ടായിരുന്നു തോന്നുന്നു. അതേ വിലയ്ക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. കോലോത്തിരി പോർച്ചുഗീസുകാർക്ക് സാധനങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർന്ന് സാമൂതിരിയെ സന്ദർശിച്ച് കോഴിക്കോട് നഗരത്തിൽ നിന്ന് എല്ലാ മുസ്ലിങ്ങളെയും പറഞ്ഞയക്കണമെന്നും വാസ്കോഡ ഗാമ ആവശ്യപ്പെട്ടു. സാമൂതിരി അത് നിരസിക്കുകയും തുടർന്ന് പോർച്ചുഗീസുകാർ കോഴിക്കോട് നഗരം ആക്രമിക്കുകയും ചെയ്തു. ചുമ്മാതിരുന്നാൽ പോരായിരുന്നു പോർച്ചുഗീസുകാർക്ക്. അവരെന്ത് ചെയ്തു? സാമൂതിരിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ മാത്രം മതി, ഈ ചൈനക്കാരെ അറബികളെയൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സാമൂതിരി എന്ത് പറഞ്ഞു? പറ്റില്ല, നിങ്ങൾ വെക്കുക, പക്ഷേ ഇവരെ ഞാൻ ഒഴിവാക്കില്ല എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും തമ്മിൽ എന്ത് ചെയ്തു? യുദ്ധമായി. അടുത്ത 1498 മെയ് 20 എന്ത് ചെയ്തു? വാസ്കോഡ ഗാമ ആദ്യമായിട്ട് ഇന്ത്യയിലെത്തി. 1499 തിരിച്ചുപോയി. 1502 വീണ്ടും ഇന്ത്യയിലേക്ക് എന്ത് ചെയ്തു? വാസ്കോഡ ഗാമ രണ്ടാമതെത്തി. 1524 വൈസ്രോയി ആയിട്ടാണ് മൂന്നാമതും ഇന്ത്യയിലെത്തിയത്. 1524 വൈസ്രോയി ആയിട്ട് വീണ്ടും എത്തി. പക്ഷേ 1524 ഡിസംബർ 24 എന്ത് ചെയ്തു? വാസ്കോഡ ഗാമ അന്തരിച്ചു. 1539 വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്ന് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. ഇതൊരു കണക്ക് വെച്ച് പഠിച്ചു വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റും. തുറമുഖത്ത് കിടന്നിരുന്ന അരിക്കപ്പലുകൾ അവർ പിടിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരുടെ കൈയും കാതും മൂക്കും ഛേദിച്ച് അവരോട് മൃഗീയമായി പെരുമാറുകയും ചെയ്തു. പോർച്ചുഗീസുകാർ തീരെ മോശപ്പെട്ടവരല്ലേ. അപ്പം കൊച്ചിയിലുണ്ടായിരുന്ന കുരുമുളകും ഏലവും മറ്റു ചരക്കുകളും പോർച്ചുഗീസ് കപ്പിത്താനും കൊച്ചി രാജാവും നിശ്ചയിക്കുന്ന വിലയ്ക്ക് തന്നെ പൊതുജനങ്ങൾ പോർച്ചുഗീസുകാർക്ക് കൊടുക്കണമെന്നുള്ള ഉടമ്പടിയിൽ കൊച്ചി രാജാവ് ഒപ്പിട്ടു. കൊച്ചിയിൽ പോർച്ചുഗീസുകാർക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം വ്യാപാരശാലകളും സൈനിക കേന്ദ്രങ്ങളും സ്ഥാപിക്കാനുള്ള അവകാശവും ഈ ഉടമ്പടി മൂലം അവർക്ക് കിട്ടി. അപ്പോൾ കൊച്ചി രാജാവിനെ അവർ കയ്യിലെടുത്തു. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങാം, അത് ജനങ്ങൾ സമ്മതിക്കണം. പിന്നെ കൊച്ചിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? സൈനിക കേന്ദ്രങ്ങളൊക്കെ സ്ഥാപിക്കാനുള്ള അവകാശങ്ങളും ഇവർ വാങ്ങിയെടുത്തു. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. കൊച്ചിയിലെ എവിടുത്തെയാണ്? സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളിയാണ് ജെറോണിമസ് കത്തീഡ്രൽ ലിസ്ബൺ. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന നഗരമാണ് അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ.
കരമാർഗ്ഗം ഇന്ത്യയിലെത്തി ആദ്യമായി എത്തിയത് പോർച്ചുഗീസ് സഞ്ചാരി എന്ന് വെച്ചാൽ അതാണ് പെറോ ഡ കൊവിൻഹയാണ്. പെറോ ഡ കൊവിൻഹ. കരമാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസ് സഞ്ചാരി എന്ന് വെച്ചാൽ പെറോ ഡ കൊവിൻഹയാണ്. കരമാർഗ്ഗം പെറോ ഡ കൊവിൻഹ. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ്. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാരെന്ന് വെച്ചാൽ ആരാണ്? അത് ബർത്തലോമിയോ ഡയസ് ആണ്. അടുത്ത് പെഡ്രോ അൽവാരിസ് കബ്രാൾ നോക്കാം. പെഡ്രോ അൽവാരസ് കബ്രാൾ. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് കബ്രാൾ എന്നറിയപ്പെടുന്നത്. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായിട്ടാണ് കേട്ടോ, പിൻഗാമിയായിട്ട് എത്തിയതാണ് കബ്രാൾ 1500. കൊച്ചിയിലെ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ ആരെന്ന് വെച്ചാൽ ആരാണ്? അത് കബ്രാളാണ്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് കബ്രാൾ. പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്കുള്ള അടുത്ത പര്യടന സംഘത്തെ പെഡ്രോ അൽവാരിസ് കബ്രാളിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് അയച്ചു. 33 കപ്പലുകളും 1500 ആളുകളും ഉണ്ടായിരുന്ന ആ സംഘത്തിൽ ആപൽക്കരമായൊരു യാത്രയ്ക്ക് ശേഷം കബ്രാൾ ഇന്ത്യയിൽ വന്നപ്പോൾ ആകെ 6 കപ്പലുകളെ ശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. 33 കപ്പലുമായിട്ട് പുറപ്പെട്ടപ്പോൾ വന്നപ്പോൾ എത്ര കിട്ടുള്ളൂ? 6 ഉള്ളൂ. കബ്രാളിൻ്റെ പ്രതിനിധിയായ എയറിസ് കൊറിയ സാമൂതിരിയുമായൊരു ധാരണയിലെത്തുകയും തൽഫലമായി കോഴിക്കോട് ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുവാദം പോർച്ചുഗീസുകാർക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പം കബ്രാളിനിപ്പോൾ ആര് വന്നു? എയറിസ് കൊറിയ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നു അല്ലേ. അപ്പോൾ കബ്രാളിൻ്റെ പ്രതിയായ എയറിസ് കൊറിയ എന്ത് ചെയ്തു വന്നു? സാമൂതിരിയുമായിട്ട് സംസാരിച്ചു. അങ്ങനെ സാമൂതിരിയുമായിട്ട് സംസാരിച്ച് കോഴിക്കോടൊരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുവാദം വാങ്ങിയെടുത്തു. കോഴിക്കോടുണ്ടായിരുന്ന അറബികളും പോർച്ചുഗീസുകാരും തമ്മിൽ നിലനിന്നിരുന്ന തീവ്ര മത്സരം പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം സൃഷ്ടിച്ചു. ഇവർ വന്ന് വ്യാപാരം ചെയ്യുക മാത്രമല്ല ചെയ്തത്, ഇവിടെയുള്ള അറബികളുമായിട്ട് എന്ത് ചെയ്തു? അവർ ഭയങ്കരമായിട്ട് മത്സരിച്ചു. അത് കോഴിക്കോടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ പ്രതിസന്ധി ഘട്ടം സൃഷ്ടിച്ചു. കോഴിക്കോട് തുറമുഖത്തുണ്ടായിരുന്ന ഒട്ടേറെ അറബി കപ്പലുകളെ പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരെ കൂട്ടത്തോടെ കൊല്ലുകയും ചെയ്തു. പോർച്ചുഗീസുകാരുടെ കരുതുകൂട്ടിയുള്ള ഈ നീച പ്രവൃത്തി നാട്ടുകാരെ അരിശം കൊള്ളിക്കുകയും കോപാകുലരായ ജനങ്ങൾ പോർച്ചുഗീസുകാരുടെ വ്യാപാരശാല ആക്രമിക്കുകയും കരയ്ക്കുണ്ടായിരുന്ന പോർച്ചുഗീസുകാരിൽ പകുതിയിലധികം പേരെ വധിക്കുകയും ചെയ്തു. ചോദിച്ചു വാങ്ങിയതല്ലേ. സംഭ്രാന്തരായ കബ്രാൾ കോഴിക്കോട് നിന്നും കൊച്ചിയിലേക്ക് കപ്പൽ കയറി. പേടിച്ചോയോ എന്ത് ചെയ്തു? കോഴിക്കോട് നിന്നും കൊച്ചിയിലേക്ക് കപ്പൽ കയറി. കൊച്ചിയിലെത്തിയ പോർച്ചുഗീസ് കപ്പിത്താനെ കൊച്ചി രാജാവ് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. വന്നോളൂ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തെ എന്ത് ചെയ്തു? കബ്രാളിനെ സ്വീകരിച്ചു. അവർക്ക് കൊച്ചിയിലൊരു വ്യാപാരശാല നിർമ്മിക്കാൻ അനുവാദം നൽകിക്കൊണ്ട് കൊച്ചി രാജാവ് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. കബ്രാളിൻ്റെ കേരള പഠനം പോർച്ചുഗീസുകാർക്കൊരു വിജയമായിരുന്നു. ആ പര്യടനത്തിൻ്റെ ഫലമായി അവർക്ക് കൊച്ചി രാജാവിൻ്റെ ബന്ധുത്വവും കേരളക്കരയിലെ തങ്ങളുടെ വാണിജ്യപരവും രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായമായ വിധം ഒരു നല്ല തുറമുഖം പ്രയോജനപ്പെടുത്താനുള്ള സൗകര്യം ലഭിച്ചു. അപ്പോൾ കബ്രാളിൻ്റെ സന്ദർശനം എന്തായിരുന്നു? ഒരു പരാജയമായിരുന്നില്ല അല്ലേ. കൊച്ചി രാജാവുമായിട്ട് നല്ല ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടു. കൊച്ചിയിലെ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ലഭിച്ചു. കബ്രാൾ നാട്ടിൽ തിരിച്ചെത്തുന്നതിന് മുൻപ് തന്നെ ജാവോഡോ നോവയുടെ നേതൃത്വത്തിൽ മൂന്നാമതൊരു പര്യടന സംഘം ഇന്ത്യയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തത് വാസ്കോഡ ഗാമ, രണ്ടാമത്തെ കബ്രാൾ, മൂന്നാമത്തത് ജാവോഡോ നോവ. ജാവോഡോ നോവയ്ക്കും സാമൂതിരിയുടെ ശത്രുഭാവത്തെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം കോഴിക്കോട് ഇറങ്ങാതെ കൊച്ചിയിലും കണ്ണൂരും മാത്രമേ കപ്പലടിപ്പിച്ചുള്ളൂ. അപ്പോൾ ഈ വന്നവൻ കബ്രാളിന് ശേഷം വന്നതാണ് ജാവോഡോ നോവ. അദ്ദേഹത്തിന് അറിയാം സാമൂതിരി ഇത്തിരി കലിപ്പാണെന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തില്ല? കണ്ണൂരും കൊച്ചിയിലും മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ചരക്ക് കയറ്റുന്നതിൽ എല്ലാ സഹായങ്ങളും അവിടുത്തെ രാജാക്കന്മാർ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത പോർച്ചുഗീസ് വൈസ്രോയിമാരെ നോക്കാം. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ആദ്യത്തെ വൈസ്രോയി. ഇന്ത്യയിൽ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണെന്ന് വെച്ചാൽ അതാണ് അൽമേഡയാണ്, ഡി അൽമേഡ. ഇന്ത്യയിൽ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഡി അൽമേഡ. അവസാനത്തെ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി, ഡി അൽമേഡ. പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജപ്രതിനിധിയായി 1505 ഡി അൽമേഡ നിയമിതനായി. അഞ്ചുദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി. അപ്പോൾ ഇത് അഞ്ചുദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകളൊക്കെ ഒന്ന് ബലപ്പെടുത്തുക, പിന്നെ കുറച്ച് പുതിയ കോട്ടകളൊക്കെ നിർമ്മിക്കുക എന്നിവയായിരുന്നു അൽമേഡയുടെ ലക്ഷ്യം. നീലജല നയം, അതായത് ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയത് അൽമേഡയാണ്. എല്ലാവർക്കും തെറ്റിപ്പോവില്ലേ, കബ്രാളാണോ അൽമേഡയാണോ അൽബുക്കർക്കാണോ എന്നുള്ളത്. അപ്പോൾ മേടയിലിരുന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മേടയിലിരുന്ന് ജലനയമൊക്കെ നടപ്പിലാക്കുന്ന ആരായിരിക്കും? വലിയ വലിയ ആൾക്കാരായിരിക്കും. അപ്പോൾ മേടയിലിരുന്ന് എന്ത് ചെയ്തു? നീലജലനയം നടപ്പിലാക്കി. ശക്തമായി നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്നതായിരുന്നു നീലജലത്തിൻ്റെ ലക്ഷ്യം. അപ്പം എന്ത് ചെയ്തു? നാവികപ്പടയെ നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ഈ ബ്ലൂ വാട്ടർ പോളിസിയുടെ ലക്ഷ്യം. അത് പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത് അൽബുക്കർക്ക് നോക്കാം. 1509 മുതൽ 1515 വരെയായിരുന്നു അൽബുക്കർക്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് ഈ അൽബുക്കർക്കാണ്. ഈ അൽബുക്കർക്കാണ്. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ഈ അൽബുക്കർക്ക് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകി കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ്. അപ്പം കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകി, അതുപോലെ തന്നെ കോഴിക്കോട് നഗരം ആക്രമിച്ചു. കോഴിക്കോട് നഗരത്തെ ആക്രമിക്കാൻ ആരുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തെയാണ് അൽബുക്കർക്ക് നിയോഗിച്ചത്? മാർഷൽ കുട്ടിൻഹോയുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തെയാണ് അദ്ദേഹം നിയോഗിച്ചത്.
ഇന്ത്യയിൽ ആദ്യം യൂറോപ്യൻ കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ ഇന്ത്യക്കാരെ സ്വന്തം സൈന്യത്തിൽ ചേർത്ത് യൂറോപ്യൻ മാതൃകയിൽ അവർക്ക് പരിശീലനം നൽകി. ഇന്ത്യക്കാരെ അവരുടെ സ്വന്തം സൈന്യത്തിൽ ചേർത്ത് യൂറോപ്യൻ മാതൃകയിൽ സൈനിക പരിശീലനം നൽകി. വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകി. നീതി പരിപാലനം കർശനമാക്കി. അഴിമതിക്കാരായ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നടത്തിയിരുന്ന സ്വകാര്യ വാണിജ്യവും അദ്ദേഹം ഉന്മൂലനം ചെയ്തു. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ മിശ്ര കോളനി വ്യവസ്ഥ അല്ലെങ്കിൽ സങ്കര വ്യവസ്ഥകൾ പ്രോത്സാഹിപ്പിച്ച വൈസ്രോയിയാണ് എന്നറിയപ്പെടുന്നത് ഈ അൽബുക്കർക്ക് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത വൈസ്രോയിയാണ് അൽബുക്കർക്ക്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്ത് ബിജാപൂർ സുൽത്താനിൽ നിന്നാണ്, അതായത് മുഹമ്മദ് ആദിൽ ഷായിൽ നിന്നാണ്. 1510 എന്ത് ചെയ്തു അദ്ദേഹം ഈ പോർച്ചുഗീസുകാരെന്ത് ചെയ്തു ഗോവ പിടിച്ചെടുത്തു. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയതും നമ്മുടെ അൽബുക്കർക്കാണ്. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 16 മിനിറ്റ് ആയി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വിടുക മാത്രം ചെയ്തിട്ടാണ് ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയും ഭാഗം നമുക്ക് കവർ ചെയ്യാൻ പറ്റിയത്. ഇതെന്ത് 1-2 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, ഓർമ്മിച്ചെടുക്കാൻ പറ്റും. വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ശരി. ഇതിൻ്റെ ബാക്കി ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ് കാണാം.